ചെറിയമുണ്ടം പഞ്ചായത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന തിരൂരിനെയും ചെറിയമുണ്ടത്തെയും ബന്ധിപ്പിക്കുന്ന കോട്ടിലത്ര പാലം മന്ത്രി വി അബ്ദുറഹ്മാൻ നേരിട്ട് സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തി. തിരൂർ നഗരത്തിലെ തിരക്ക് കുറയ്ക്കുക എന്നതാണ് ഈ പാലത്തിന്റെ പ്രധാന ലക്ഷ്യം. മീശപ്പടി കോട്ടിലത്ര ഭാഗത്തെ റോഡ് നിർമ്മാണത്തിന് 10 കോടിയും പാലത്തിന് 15 കോടി രൂപയും ചേർത്ത് 25 കോടി രൂപയുടെ പ്രൊജക്ടാണിത്. കൂടാതെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ കൂടി പ്രവർത്തികൾക്കായി അനുവദിച്ചു. ഹൈവേയിലേക്ക് യാത്ര സുഗമമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം. 34 കോടി രൂപ ചെലവിൽ വിഷുപ്പാടത്ത് നിർമ്മിച്ച ഓവർ ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡ് പൂർത്തീകരിക്കുന്നത് വഴി ഈ പ്രൊജക്ടിന്റെ പൂർണ്ണമായ ഉപയോഗം ജനങ്ങൾക്ക് ലഭിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഈ കോട്ടിലത്തറ പാലം ചെറിയമുണ്ടം പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു പാലമാണ്. കാരണം തിരൂർ നഗരത്തിലെ തിരക്ക് കുറക്കാനാണ് നമ്മൾ ഈ ഒരു റോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏഴൂരിൽ നിന്നും അതോടൊപ്പം തന്നെ പോലീസ് ലൈൻ താഴേപ്പാലം കുറ്റിപ്പുറം റോഡിലെ പോലീസ് ലൈനിൽ നിന്നും വാഹനങ്ങൾക്ക് നേരെ ഹൈവേയിലേക്ക് കടക്കാവുന്ന റോഡായിട്ടാണ് ഇതിനെ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ മീശപ്പടി കോട്ടിലത്തറ ഭാഗത്തെ റോഡ് നിർമ്മിക്കാൻ 10 കോടിയും പാലത്തിന് 15 കോടിയും അങ്ങനെ 25 കോടി രൂപയുടെ പ്രൊജക്റ്റാണിതിന്. അതോടൊപ്പം തന്നെ തിരൂർ നഗരസഭയിൽ ഈ റോഡ് നിർമ്മിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്താൽ ഏകദേശം 29 കോടി രൂപയാണ് നമ്മൾ ഈ തിരൂരിലേക്കുള്ള ഒരു ബൈപ്പാസ് റോഡായിട്ട് നമ്മളിതിനെ കാണുന്നത്. ഈ ചാനൽ ന്യൂസ് തിരൂർ. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.